ഭീതിയുടെ പ്രതീതി സമ്മാനിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും അപ്പാടെ വ്യത്യസ്തമായി സെമിത്തേരി നിർമ്മിച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ ക്രൈസ്തവ ദേവാലയം. പുതിയ കാലത്തെ സ്ഥലപരിമിതിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമെന്നോണം ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലെ വല്ലക്കുണ്ട് സെന്റ് അൽഫോൺസ് ദേവാലയത്തിലാണ് ഇരുനില കെട്ടിടത്തിൽ സെൽ മോഡലിൽ കല്ലറകൾ ഒരുക്കിയിരിക്കുന്നത്. കണ്ടാലൊരു പാരിഷ് ഹാൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ എന്ന് പുറത്തു നിന്നും നോക്കുമ്പോൾ തോന്നുമെങ്കിലും അകത്തേക്ക് കയറിയാൽ ഇരുനിലകളിലായി 6000 ചതുരശ്ര അടിയിൽ 388 കല്ലറകളാണ് ഒരുക്കിയിരിക്കുന്നത്. 3 കോടി രൂപ ഇടവക ജനങ്ങൾ പിരിച്ചെടുത്തുകൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചൂടും മഴയും തുടങ്ങിയ കാലാവസ്ഥ എന്തുതന്നെയായാലും സംസ്കാര ചടങ്ങിൽ എല്ലാവർക്കും ഇരുനിലകളിലായി നിന്നുകൊണ്ട് പങ്കുചേരാനാകും. നിലവിൽ കേരളത്തിൻ്റെ വിവിധ പള്ളികളിൽ സെമിത്തേരിയിൽ ഏതാനും സെൽ കല്ലറകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു കെട്ടിടം പണിതുകൊണ്ട് അതിനുള്ളിൽ കല്ലറകൾ ഒരുക്കുന്നത് ആദ്യമായാണ്. പഴയകാല തുറന്ന സെമിത്തേരികളുടെ സമീപത്തെ താമസക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും പുതിയ സെമിത്തേരികളുടെ ഇല്ലാതാകും. നാളിതുവരെ വല്ലക്കുന്ന് ഇടവകയ്ക്ക് സ്വന്തമായി സെമിത്തേരി ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത പള്ളിയിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ 2018 സെൽ സെമിത്തേരിയുടെ നിർമ്മാണ ആശയം ഇടവക അംഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നത്. ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ദേവാലയം. ഇവിടെ ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേകത, ഇവിടെ ഒരു വളരെ മനോഹരമായൊരു സിമിട്രി രൂപീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുക, ഏകദേശം 388ഓളം കല്ലറകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ ദർശനം, മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ള ക്രൈസ്തവ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിമിട്രി ഇവിടെ രൂപീകൃതമായത്. 2008 ഈ ഇടവക രൂപീകൃതമാകുന്നത്. ആ സമയത്ത് ഇവിടെ സിമിത്തേരി ഇല്ല. അതിനുശേഷം ഇവരുടെ അധ്വാനം അതുപോലെ തന്നെ പ്രാർത്ഥനയും വഴിയാണ്, എല്ലാം അനുവാദത്തോടു കൂടിയൊക്കെയാണ് പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഈ സിമിട്രി നമുക്ക് അനുവദിച്ച് കിട്ടിയത്. 2018 സെൽ സെമിത്തേരിയുടെ നിർമ്മാണ ആശയം ഇടവക അംഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത്. പുതിയ സെമിത്തേരി ഉദ്ഘാടനം ചെയ്തതോടെ അടുത്തിടെ മരണപ്പെട്ട 30 പേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടെ എത്തിച്ച് സെല്ലുകളിൽ സംസ്കരിച്ചിട്ടുണ്ട്. ഇവ ദ്രവിക്കുന്ന മുറയ്ക്ക് സെല്ലുകളുടെ പിന്നിലെ അസ്ഥിക്കുഴിയിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും പുതിയ ആളുകളെ ആ സെല്ലിൽ സംസ്കരിക്കാനും സാധിക്കും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ.